നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ ഫോട്ടോയിൽ എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഇഫക്ട്സുകളൊക്കെ. ഈ അഡ്ജസ്റ്റ് ഐക്കൺ ഞെക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ളതെല്ലാം ഇവിടെ വരും. ഇതൊക്കെ നമ്മൾ നേരത്തെ മറ്റു സോഫ്റ്റ്വെയറുകളിൽ കണ്ട് പരിചയമായിട്ടുള്ള പേരുകളാണ് ഇവിടെ കാണുന്നത്. എക്സ്പോഷർ, ഡീറ്റെയിൽസ്, വൈറ്റ് ബാലൻസ്, വീക്ക്നെറ്റ് ഓപ്ഷൻസ് ആൻഡ് ഹൈലൈറ്റ്, ഷാഡോ, കർവ്, അതുപോലെ റെഡ് ഐ റിമൂവൽ ടൂൾസ് ഉണ്ട്. ഇത് നിൽക്കുമ്പോൾ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഈ ടോൺ എങ്ങനെയാണ് ഇത് മാറ്റുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വളരെ എളുപ്പം അതിൻ്റെ എക്സ്പോഷർ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്പം ഡാർക്കനാക്കി ആ ഒരു എഫക്ട്സ് നമുക്ക് കൊടുക്കാം ഇവിടെ. അതുപോലെ നമുക്ക് കൂട്ടാം, ലൈറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ അതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടുകയും കോൺട്രാസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് സാച്ചുറേഷൻ ലെവൽ കൂട്ടി ഇതിൻ്റെ ലൈറ്റ്, ഇതിൻ്റെ കളർ നമുക്ക് അല്പം കൂടെ ഡെപ്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് ഈ ഇത്രയും ഭാഗത്ത് പറ്റും. അതുമാത്രമല്ല, ഇവിടെ ഡീറ്റെയിൽഡ് ചില ചിത്രങ്ങൾ നമ്മൾ അല്പം കട്ടിയായിട്ട് കാണുമെങ്കിൽ അതിൻ്റെ എഡ്ജസൊക്കെ, അതിൻ്റെ അതിരുകളൊക്കെ അല്പം കട്ടിയായിട്ട് ഷാർപ്പനായിട്ട് കാണണമെങ്കിൽ നമുക്ക് അതല്പം കൂടെ ഷാർപ്പനായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്പം കൂടെ കട്ടിയായിട്ട്. ഈ ബ്ലർ ഓപ്ഷൻ മങ്ങിയിരിക്കും, ഒരു മഞ്ഞിൻ്റെ എഫക്റ്റൊക്കെ വരും ഇതിട്ട്. അടുത്ത് നമ്മൾ കാണുന്ന ഇവിടെ അതിൻ്റെ വൈറ്റ് ബാലൻസ് ആണ്. നമുക്ക് തന്നെ ഇവിടെ അല്പം മഞ്ഞ കളർ വരും, ബ്ലൂ കളറാവും. അതുപോലെ ടിൻറ്റ് ഓപ്ഷൻസ് ആണ്, ഒരു ഗ്രീൻ. നമുക്കിഷ്ടമനുസരിച്ച്, നമ്മുടെ മനസ്സിന് ഇഷ്ടമനുസരിച്ച് നമുക്കത് മാറ്റാം. നമുക്ക് ഇവിടുന്ന് ലൈറ്റ് നമുക്ക് കളർ സെലക്ട് ചെയ്യാനും പറ്റും ഇവിടെ ഈ ഓപ്ഷൻ. അടുത്ത ഈ വിഗ്നെറ്റ് ഓപ്ഷൻസ് ആണ് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതെന്താണെന്നാൽ ഈ ചിത്രങ്ങളുടെ സൈഡിൽ, ഈ അരികിലൊക്കെയും ഇരുണ്ടൊരു കളർ വരും. നോക്കാം, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ഇങ്ങനെ വരും. നടുക്ക് മാത്രം നല്ല ക്ലിയർ ആയിരിക്കും. അതുമാത്രമല്ല, ഈ പിക്ചറിൽ നമുക്കൊരു ഗ്രീൻ കളറാണ് ഇവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ അത് മാറ്റാം. ഗ്രീൻ എഫക്ട്സ് ആയിരിക്കും അവിടെ വരുന്നത്. നമുക്കിഷ്ടാനുസരണം നമുക്ക് പല രീതിയിൽ അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ ഹൈലൈറ്റ്സും ഷാഡോ നമുക്ക് ചെയ്യാം. ഒരു ഷാഡോ അത് കൂട്ടാനും കുറയ്ക്കാനുമായിട്ടുള്ള ഓപ്ഷനുണ്ട്. പിന്നെ സാധാ മറ്റ് സോഫ്റ്റ്വെയറിൽ കാണുന്ന പോലെ അതിൻ്റെ ലൈറ്റ് എഫക്ട്സ് നമുക്ക് കൂട്ടാൻ പറ്റും, അത് കുറയ്ക്കാനും പറ്റും. ഇതെല്ലാം നമ്മൾ മറ്റ് സോഫ്റ്റ്വെയറിൽ കാണുന്ന പോലെയാണ്. നമുക്കിഷ്ടാനുസരണം നമുക്കിവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫോട്ടോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്, നമ്മൾ ഒത്തിരി കഷ്ടപ്പെടാതെ നമുക്ക് വളരെ എളുപ്പം ഈ ചിത്രത്തിന് ഒരു നല്ല എഫക്ട്സ് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഫോട്ടോ സോഫ്റ്റ്വെയർ തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യം, ഫോട്ടോഷോപ്പ് ഞാൻ ഉപയോഗിക്കുന്നതാണ്, കോറൽ സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതിൽ സാധാരണ പുതുതായി ഒരാൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആൾക്ക് വളരെ പ്രയാസമായിട്ട് തോന്നും അതിൽ പല കാര്യങ്ങളും ചെയ്യാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മടിയന്മാർക്ക് വേണ്ടിയുള്ളൊരു സോഫ്റ്റ്വെയറാണ്. നമ്മളൊന്നും കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് എഫക്ട്സ് ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഗവയിലെ പിക്ചറാണ്, നേരത്തെ പറഞ്ഞത്. അതുപോലെ ഒരു മങ്ങിയ പിക്ചറാണ്. പക്ഷേ ഈ പിക്ചറിൽ തന്നെ നമ്മൾ നോക്കാം, ഈ ക്ലാസിക്, അതേപോലെ ലോമോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വീക്ക്നെറ്റ്, ആർട്ട്, ടെക്സ്ചർ ഓപ്ഷൻസ്, ഇതൊക്കെ ഇതിൻ്റെ എല്ലാം ഉള്ളിലായിട്ട് അനേകം എഫക്ട്സ് നമുക്ക് കാണാം. നമുക്ക് തന്നെ നേരിട്ട് കാണാം. ഇപ്പോൾ പല രീതിയിൽ വ്യത്യസ്തമാണ്, പല കളർ ഇതിനകത്ത് നമുക്ക് കാണാം. ഈ വിസ്പർ എഴുതിയിരിക്കുന്നതിൽ നിൽക്കിയാൽ ഈ പിക്ചറിലെ ഓപ്ഷൻ ഈ കാണുന്നത് എന്തോ അതുകൊണ്ടിരിക്കുക. റിയൽ ഇലൂഷനിൽ നിൽക്കിയാൽ ഈ കാണുന്നത് പോലെ ഇരിക്കും ഇത്. അതുപോലെ അനേകമുണ്ട്, മിനി ഓവൻ. അത് മാത്രമല്ല, നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കിവിടെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഈ കാണുന്നതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ പ്രേഷ്യസ് ടൈം അത് നിൽക്കുമ്പോൾ അതേ എഫക്ട്സ് ഇവിടെ വന്നു, നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ കുറയ്ക്കാൻ കൂട്ടാം. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതെല്ലാം മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ആ എഫക്ട്സേ ഇവിടെ നിൽക്കത്തുള്ളൂ. ഇനി ഈ ലോമോ ഇതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പഴയത് പോകും. ഈ ഏഞ്ചൽ കീസ് എന്നുള്ള ഈ എഫക്ട്സ് ഇവിടെ വരും. ഇനി ഇതിലേറ്റവും ഇതൊക്കെയും അങ്ങനെ തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്ട്സ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അതിങ്ങനെ കൊടുക്കാൻ പറ്റും. ഹെവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്ട്സ് നമുക്കിങ്ങനെ അതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഈ വിഗ്നെറ്റ് ഓപ്ഷനുണ്ട്, നടുക്ക് മാത്രം ക്ലിയർ, ബാക്കി എല്ലാ സൈഡും ഇങ്ങനെ പല ഇരുണ്ടിരിക്കുന്ന ഒരു ചിത്രമാണിത്. നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ കുറയ്ക്കാം. ഈ കാണുന്നത് അതുപോലെ ആർട്ട്, അതും
ഈ കാണുന്നത് പോലൊക്കെ നമുക്ക് മാറ്റാം. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുന്നത് മാത്രം മതി ഈ എഫക്ട്സ് നമുക്ക് ഈ ചിത്രത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നോക്കാം, ഈ കൂൾ സമ്മർ മുമ്പേ നമ്മൾ കാണാൻ വലിയ രസമില്ലാതിരുന്ന പിക്ചറാണ്. കൂൾ സമ്മർ നമുക്കിവിടെ ഇതനുസരിച്ച് ഇത് മാറ്റാം. അത് മാത്രമല്ല, ഇതിങ്ങനെ മാറുന്നതനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സാച്ചുറേഷൻ കൂടിയാൽ നമുക്ക് അല്പം കൂടെ ഒരു ഗ്രീൻ എഫക്റ്റ് നമുക്ക് ഇതിന് കൊടുക്കാനായിട്ട് പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും അടുത്ത വീഡിയോയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് വാച്ച്.